ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ബലാത്സംഗം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി നെയ്യാറ്റിൻകര കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2022-ൽ തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തുനാട്ടിലെ വീട്ടിലും വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് നടപടി ഉണ്ടാകുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, ഈ കുറ്റപത്രത്തിൽ MLA-ക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? അക്ഷയ, കഴിഞ്ഞ ദിവസമാണ് എൽദോസ് കുന്നപ്പള്ളി MLA പ്രതിയായ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. നെയ്യാറ്റിൻകര JFMC കോടതി 7-ലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗം കൂടാതെ വധശ്രമത്തിനും കൂടി കേസെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 376, 366, 323, 354, 506, 307, 354, 34 ഈ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്നിലേറെ തവണ, അതായത് 5 വർഷത്തോളം പരിചയമുള്ള യുവതി, ആ യുവതിയെ ഏതാണ്ട് ഒന്നിലേറെ തവണ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളി 2022 ജൂലൈ 4-ാം തീയതിയാണ് ആദ്യ തവണ ബലാത്സംഗം ചെയ്യുന്നത്. അതായത് ഈ യുവതിയെ പേട്ടയിൽ നിന്ന് സ്വന്തം കാറിൽ കയറ്റി കോവളം അടിമലത്തുറയിലുള്ള ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം എറണാകുളത്തെ കുന്നപ്പള്ളിയുടെ തൃക്കാക്കരയിലെ വീട്ടിലും ഒപ്പം തന്നെ കുന്നത്തുനാട്ടിലെ വീട്ടിൽ പിന്നീട് സെപ്റ്റംബർ മാസത്തിലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഏതാണ്ട് 7ഓളം തവണ ബലാത്സംഗത്തിന് ഇരയാക്കി. അതിനൊപ്പം തന്നെ കോവളത്ത് വെച്ച് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ സുഹൃത്തുക്കളായ 2 പേർ കൂടി ഈ കേസിൽ പ്രതികളാണ്. അങ്ങനെ 3 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 2022-ൽ ഏറെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച കേസായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള യുവതിയുടെ ബലാത്സംഗ പരാതി. ആദ്യം എൽദോസ് കുന്നപ്പള്ളി മർദ്ദിച്ചു എന്നുള്ളൊരു പരാതിയാണ് യുവതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത്. കമ്മീഷണർ ആ പരാതി കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. പക്ഷേ കോവളം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയിൽ നടപടിയെടുത്തില്ല എന്നുള്ളൊരു പരാതി യുവതിക്കുണ്ടായിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഈ കോവളത്ത് പരാതി വന്നതിന് ശേഷം പിന്നീട് യുവതിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ യുവതി വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും എൽദോസ് കുന്നപ്പള്ളി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു മൊഴി നൽകുകയും ചെയ്തു. അതിലാണ് ആദ്യമായി തന്നെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു മൊഴി ഈ യുവതി നൽകുന്നത്. അതിനുശേഷം കോടതിയിൽ 164 ആയിട്ടും ഈ മൊഴി ആവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് നടപടികൾ ആരംഭിച്ചത്. പിന്നീട് ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് കേസിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനു മുൻപ് തന്നെ മുൻകൂർ ജാമ്യം എൽദോസ് കുന്നപ്പള്ളി നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഈ യുവതിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും അഭിഭാഷകരടക്കമുള്ള സുഹൃത്തുക്കൾക്കെതിരെയും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ പേട്ട പോലീസ് സ്റ്റേഷനിലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ യുവതിയുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ 2 കേസുകളുണ്ട്. അതിലൊരു കേസിൽ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ബലാത്സംഗം, വധശ്രമം അടക്കം ആരോപണമുള്ള ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം സമർപ്പിച്ച് ഇനി തുടർ നടപടികൾ എങ്ങനെയാവും കേസിൽ? അനന്തൻ, ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസിലാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി കോടതി ആ കുറ്റപത്രം അംഗീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുറ്റപത്രത്തിൽ അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം കോടതി കുറ്റപത്രം അംഗീകരിച്ച് അത് വിചാരണ നടപടികളിലേക്ക് പോകും. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. കാരണം ഈ ബലാത്സംഗ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിചാരണയ്ക്ക് എൽദോസ് കുന്നപ്പള്ളി കോടതിയിൽ ഹാജരാകേണ്ടി വരും. ഒരു പക്ഷേ നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചതെങ്കിലും അത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ആ കേസ് വരാനാണ് സാധ്യത. അവിടെ വിചാരണ നടക്കാനാണ് സാധ്യത. അക്ഷയ, ഒരു കാര്യം കൂടി, ബലാത്സംഗം, വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണല്ലോ കുന്നപ്പള്ളിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇത് കോടതി ശരിവെക്കുകയാണെങ്കിൽ, കോടതിയിൽ തെളിയുകയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ, അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി നൽകാമോ? തീർച്ചയായിട്ടും ഗുരുതരമായ കുറ്റങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതും ഈ ബലാത്സംഗം നടന്നു എന്നുള്ളതാണ്. 1-ലേറെ തവണ യുവതിയെ പല സ്ഥലങ്ങളിൽ, അതായത് എൽദോസ് കുന്നപ്പള്ളിയുടെ സ്വന്തം പേരിലുള്ള 2 വീടുകളിലും ആദ്യം കോവളത്തെ അടിമലത്തുറയിലെ റിസോർട്ടിലും ഒക്കെ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ്. ഇതിൽ തെളിവുകൾ കണ്ടെത്തിയെന്നാണ് കുറ്റപത്രത്തിൽ അവകാശപ്പെടുന്നത്. ആ തെളിവുകൾ സഹിതമാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിചാരണ ഘട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് ഈ തെളിവുകൾക്കെതിരെ പോരാടേണ്ടി വരും. അതിൽ വിചാരണയിൽ
കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം അടക്കമുള്ള അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമമാണ്, ബലാത്സംഗ കുറ്റമാണ്. അതുകൊണ്ട് വലിയ ശിക്ഷകൾ എൽദോസ് കുന്നപ്പള്ളി നേരിടേണ്ടി വരും. അങ്ങനെ തെളിയുകയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്.